പറഞ്ഞില്ലേ മോളുടെ ഒരു തുളു ഫിലിമിൻ്റെ മഞ്ചേശ്വരത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും മോൾക്ക് വന്ന് കോസ്റ്റ്യൂംസിൽ എന്തോരെണ്ണം എടുക്കണം എന്ന് പറഞ്ഞിട്ട് സന്തോഷിൻ്റെ വൈഫായിരുന്നു മീര എന്ന് പറഞ്ഞിട്ട്. അപ്പം മീര കടയിലേക്ക് പോകണു. അപ്പം പറഞ്ഞു ചേച്ചി ഒന്ന് വരുമോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം നടന്നോളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ കടയുടെ മുമ്പിൽ ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി. അപ്പം അത് ഒരു അനാഥ ഇതായിട്ട് അപ്പം ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഇപ്പുറത്താണെങ്കിൽ 2-3 പയ്യന്മാർ പണിയുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ അയച്ചാൽ ഈ ചെറുപ്പക്കാർ പിള്ളേരല്ലേ, ചിലപ്പം ഈ ഒരു പെറ്റ് സ്നേഹമുള്ളവരായാലും ചിലരാണെങ്കിൽ ഉപദ്രവിക്കുന്ന ആൾക്കാരും. എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ കാണുന്നല്ലോ എന്തുമാത്രം അബ്യൂസാണ് ഈ മിണ്ടപ്രാണി എടുത്ത് ചെയ്യുന്നത്. അപ്പം അവരെവിടെ നിന്ന് കാലുവച്ചൊരു തട്ട് തട്ടിയാൽ മതി, ഇത് ഉരുണ്ട് പടി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോയില്ലേ. അപ്പം എനിക്ക് കടയിലേക്ക് കയറിയെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ വെളിയിലാണ്. അയ്യോ ഇതിൻ്റെ എന്ത് ചെയ്യുന്നു. അച്ഛൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു ഇത് ആരുടെങ്കിലും ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളുടെ ഒന്നും അല്ല, ഇതിവിടെ വന്നതാണ്, അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനെ ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അതിനകത്ത് വെച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അതിനെ ഇട്ടിട്ട് വരാനുള്ള മനസ്സും വന്നില്ല. എന്നിട്ട് ഞാൻ അത് പൊതിഞ്ഞ് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ അമ്മുവിന് ഭയങ്കര സന്തോഷമായി ഒരു പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ. എന്നിട്ട് കൊണ്ടുവന്ന് ഞാൻ അവിടെ കുളിപ്പിച്ച് അതിനെ ഫുഡൊക്കെ തൊട്ടടുത്ത് ഭാഗ്യത്തിന് ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് പോയി ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫുഡൊക്കെ കൊടുത്ത് എൻ്റെ ഒരു വെറ്റ് ഇവിടുന്ന്, ഞാൻ മഞ്ചേശ്വരത്താണ്, ഇവിടെ എന്താണ് അതിന് ഇഞ്ചക്ഷൻ കൊടുക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ വേറെ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതും എല്ലാം വാങ്ങിച്ച് അതിന് കൊടുത്ത് എല്ലാം ചെയ്ത്. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഞാൻ ഇതിനെ വെച്ച് എന്ത് ചെയ്യും, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, ഇവിടെ ഒരാളുണ്ട്. അതുപോലെ നമുക്ക് വീടല്ല, വീടും പറമ്പും ഒക്കെ ആണെങ്കിൽ നമുക്ക് വളർത്താൻ സൗകര്യമുണ്ട്, അതും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പം കോഴിക്കോട് ഞങ്ങൾക്കൊരു ഫ്രണ്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു 10-40 വർഷത്തെ പരിചയമാണ്, സിനിമ വഴിയുള്ള പരിചയം. എനിക്ക് സിനിമ വഴി കുറേ അങ്ങനത്തെ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം അവർ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഫാമിലിയാണ്. അപ്പം ഈ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു എപ്പോഴും 3-4 പട്ടികളെങ്കിലും കാണും. ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ എനിക്കൊരു സഹായം വേണം, ഒരാളുണ്ട്, ഞാൻ പേരിട്ടു ബർഫി. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ഇതൊരു റോട്ട് വെയിലറിൻ്റെ ഒരു മിക്സ് ആണോ എന്നൊരു സംശയം, എനിക്കറിയില്ല. അപ്പം അവർ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ആണോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വേണേലും ശരി, എനിക്കിനി അതിനെ വഴിയിലിടാൻ പറ്റത്തില്ല, ആരെങ്കിലും കയ്യിൽ നോക്കും എന്ന് വിശ്വാസമുള്ളവർ. അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയും. പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും നീ പ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രകാശിന് ടെൻഷൻ, അയ്യോ എന്ത് ചെയ്യും. ഞാൻ പറയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഇതിന് എന്തെങ്കിലും വഴി കണ്ടോളാം. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അപ്പം ചേട്ടൻ്റെ മോനുണ്ട്, കുട്ടൂന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ആൻറ്റി ഒരു കാര്യം ചെയ്യുക, ട്രെയിനിലല്ലേ പോകുന്നത് തിരിച്ച്, ഒരു ബാസ്ക്കറ്റിൽ വെച്ചോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇത് ശബ്ദം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എനിക്ക് പാരയാവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല, അത് എനിക്കൊന്നും ഒരു 2 മാസം കഷ്ടിച്ചായിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാ ദിവസവും അതിനെ പാല് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് അതിനെ കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കി. ഇപ്പം നല്ല നമ്മളുടെ അതാണെങ്കിൽ ഞങ്ങൾ ബാൽക്കണി ഉണ്ടല്ലോ, ആ ബാൽക്കണിയുടെ സൈഡിൽ പോയിട്ട് അതിനിങ്ങനെ നോക്കുന്ന കാണാം, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കാം. അപ്പം എനിക്ക് വിടാനും മനസ്സില്ല, പക്ഷെ വിടാതിരിക്കാനും വയ്യ. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ട്രെയിനിൽ, രാത്രിത്തെ ട്രെയിൻ. അപ്പം ഞങ്ങൾക്ക് അപ്പം എന്നെ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മംഗലാപുരത്തു നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. മംഗലാപുരത്തു നിന്ന് അപ്പം മഞ്ചേശ്വരത്ത് നിന്ന് മംഗലാപുരം പോയി. മംഗലാപുരത്തു നിന്ന് 5:30 ട്രെയിൻ കയറി. ഇവർ 10:30 സ്റ്റേഷനിൽ വന്നോളാം എന്ന് പറഞ്ഞത്. എനിക്ക് ഈ 10:30 വരെ എനിക്ക് ടെൻഷനാണ്. എന്താ വെച്ചാൽ ഇത് ശബ്ദം ഉണ്ടാക്കിയ ആൾക്കാർ കേട്ട ഇനി അതൊരു പാരയാവണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയോ അതിൻ്റെ ഫുഡൊക്കെ ഇടയ്ക്കത് എന്തെങ്കിലും ശബ്ദം ഉണ്ടാകുമ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. 10:30 ആയപ്പോൾ ഇവർ തിരൂരാണ് ഇവർ വന്നിപ്പിക്കുകയെന്ന് പറയാം. തിരൂർ ഇവർ വന്ന് ബർഫിയെ അങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ അപ്പോൾ അമ്മു ചോദിച്ചു അമ്മ ഓക്കെ ആണോ എങ്ങനെയാണെന്ന്. ഞാൻ പറയും എനിക്ക് വിഷമമുണ്ട് അമ്മു, പക്ഷെ സിറ്റുവേഷൻ, പക്ഷേ എനിക്കിതേ ഉള്ളൂ, ഒരു ജീവൻ വന്ന് ഞാൻ അതിനെ രക്ഷിച്ച് ഒരു നോക്കുന്നവർക്ക് കൊടുത്തു എന്നുള്ളൊരു സംതൃപ്തിയും സന്തോഷമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ കോളിട്ട് വിളിക്കും, ബർഫി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഓടി വരിക, ഇത്രയുള്ള സാധനം ഇപ്പം ഇത്രയായി വലുതായി. അപ്പം പറയുന്ന നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയും. അപ്പം അത് നമുക്ക് കേൾക്കുമ്പോൾ വെച്ചാൽ നമ്മളെ കൊണ്ടാവുന്നത്, നമുക്കിപ്പോൾ കുറേ പേര് അങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരാളെ നമ്മൾ രക്ഷിച്ചു എന്നുള്ളൊരു തൃപ്തി.